ക്രൂരകൃത്യം നടക്കുമ്പോൾ എന്തായിരുന്നു അവിടുത്തെ അവസ്ഥ? ആ സമീപത്തുള്ള ആരെങ്കിലും ഇത്തരമൊരു കൊടും പാതകം അവിടെ ഉണ്ടാകുന്നു എന്നത് അതിന്റെ സൂചനകൾ ലഭിച്ചിരുന്നു? അതോ പോലീസ് എത്തിയപ്പോൾ തന്നെയാണോ കാര്യങ്ങൾ പുറം ലോകം അറിഞ്ഞത്? രതീഷ്, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ പ്രദേശത്തിന്റെ പ്രത്യേകത. അതായത് ജംഗ്ഷനിൽ നിന്ന് ഒരു കയറ്റം കയറി കഴിഞ്ഞാൽ പിന്നീട് എത്തുന്നത് ഇത്തരത്തിൽ വിജനമായൊരു പ്രദേശത്തേക്കാണ്. നമുക്ക് ഈ കാണുന്ന റോഡ് കാണാം. ഈ റോഡിന്റെ വലതുവശത്ത് മാത്രമാണ് വീടുകളുള്ളത്. 6 വീടുകൾ തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. വലിയ വീടുകളാണ്. ആ വീടുകൾ മാത്രമാണ് ഈ പ്രദേശത്തേക്കുള്ളത്. ഈ സ്ഥലവാസികളുമായി സംസാരിക്കുമ്പോൾ 6:30 മണിക്ക് പള്ളിയിൽ എത്തുന്നയാളാണ് ഈ പറയുന്ന ലത്തീഫ് എന്നയാൾ. അപ്പോൾ 6:30ക്ക് പള്ളിയിൽ എത്തിയില്ല. അത്തരത്തിൽ മരുമകൻ ഉൾപ്പെടെയുള്ളവർ വിളിക്കുമ്പോൾ കിട്ടാത്ത ഘട്ടത്തിലാണ് നാട്ടുകാർ ഇടപെട്ട് പോലീസിനെ അറിയിക്കുന്നത്. ദുരൂഹത സംശയിച്ച് പോലീസിനെ അറിയിച്ചുകൊണ്ട് വീടിനുള്ളിലേക്ക് കയറുന്നത്. ഈ വീടിന്റെ തൊട്ട് മുന്നിൽ കാണുന്നത് കാട് പിടിച്ച പ്രദേശവും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇറക്കമാണ്. താഴേക്ക് വീടുകളില്ല. അത്തരത്തിൽ വിജനമായൊരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ 5:30 മണിയോടൊക്കെ അടുക്കുമ്പോൾ ആളുകൾ പള്ളിയിലേക്ക് പോകും. മറ്റുള്ളവർ ഈ കാണുന്ന വഴിയിൽ ആളുകളുടെ എണ്ണം, അതായത് സഞ്ചരിക്കുന്ന ആളുകളുടെ എണ്ണം കുറവായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവർ മറ്റ് ആരെയും ഈ പ്രദേശത്തേക്ക് വരുന്നതായി കണ്ടിട്ടില്ല എന്ന് തന്നെയാണ് ഉറപ്പിച്ചു പറയുന്നത്. കാരണം അവരാരെയും കണ്ടിട്ടില്ല. അതിനപ്പുറത്തേക്ക് ഈ വാർത്ത ഇത്തരത്തിൽ എന്തോ ദുരൂഹതയുണ്ടെന്ന് അറിയുന്ന ഘട്ടത്തിൽ മാത്രമാണ് അവർ പോലീസിനെ വിളിക്കുകയും ചെയ്യുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ അഫാൻ എന്ന് പറയുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശത്തുള്ളവർ, കാരണം 8 കിലോമീറ്റർ വ്യത്യാസമുണ്ട് ഈ പേരുമലയിൽ നിന്ന്, അഫാന്റെ വീട് നിൽക്കുന്ന പേരുമലയിൽ നിന്ന് ഈ പ്രദേശത്തേക്ക് 8 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഈ പിതൃ സഹോദരൻ ഒരു പക്ഷേ ആ വീടുമായി ഉണ്ടാക്കിയ ബന്ധം അത് നാട്ടുകാരുമായി പങ്കുവച്ചിട്ടില്ല. സൂചിപ്പിക്കുകയാണെങ്കിൽ മരുമകൻ, നമ്മോട് നേരത്തെ പ്രതികരിച്ച മരുമകനും അത്തരത്തിൽ അഫാനുമായി ബന്ധപ്പെട്ട, അഫാന്റെ പിതാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വ്യക്തമായി എന്തു ചെയ്യുകയായിരുന്നു, അല്ലെങ്കിൽ എത്തരത്തിലാണ് ഇപ്പോൾ ആ കുടുംബം ഉള്ളത് എന്ന തരത്തിൽ പ്രതികരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. എന്തായാലും ഈ പറയുന്നത് പോലെ ഈ പ്രദേശത്തേക്ക് എത്തുന്നു. ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട് വളരെ സജീവമായ ബന്ധമാണ് ഈ ലത്തീഫ് പുലർത്തിയിരുന്നത്. നാട്ടിൽ സജീവമായി ഇടപെടുന്നയാളായിരുന്നു. പള്ളിയുമായി ബന്ധപ്പെട്ട് വലിയ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടതുകൊണ്ട് നാട്ടുകാർക്ക് സുപരിചിതനാണ്. അതുകൊണ്ട് തന്നെ പള്ളിയിൽ കാണാതായപ്പോൾ, സ്ഥിരമായി പള്ളിയിലെത്തുന്ന ആളെ കാണാതായപ്പോൾ അവർ തിരക്കി ഇറങ്ങുന്ന ഒരു ഘട്ടം എത്തിയത്. എന്തായാലും പ്രതിയുമായി ബന്ധപ്പെട്ട കാര്യവുമില്ല. ഇപ്പം നാട്ടുകാരൻ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട്. ഈ പ്രദേശത്തേക്ക് ആളുകൾ എത്തിയാൽ അങ്ങനെ പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന വലിയ സുഹൃത്തായിരുന്നു അത്. മെനങ്ങാന്ന് അദ്ദേഹത്തെ കണ്ടാണ്. അദ്ദേഹം CRPF-ലായിരുന്നു. അതിന് പെൻഷനായ ശേഷം വൈകുന്നേരം അത്തരത്തിൽ ആരെങ്കിലും വന്നതായോ എന്തെങ്കിലും ഒന്നും അറിയില്ല. അദ്ദേഹം CRPF-ൽ നിന്ന് പെൻഷനായ ശേഷം അദ്ദേഹത്തിന് ഒരു ചെറിയ രോഗമുണ്ടായിരുന്നു. അതിനുശേഷം അല്ലെങ്കിൽ തന്നെ സാധുവാണ്. ബന്ധുക്കളൊക്കെ വരുന്ന പോലെ കണ്ടിട്ടുണ്ട്. ഫംഗ്ഷൻ വന്നപ്പോൾ ഇന്ന് ഇതിൽ കണ്ട പുള്ളിയുടെ വാപ്പയാണ്. ഫംഗ്ഷന് ഞാൻ എന്നെ വിളിച്ചായിരുന്നു. ഇവിടെ വന്നപ്പോൾ അദ്ദേഹം ഉണ്ടായിരുന്നു ഒരു 3-4 വർഷത്തിന് മുമ്പ്. ഞാൻ ഇവിടെ വരായിരുന്നു. കാര്യങ്ങളുണ്ടെങ്കിൽ പറയും. അല്ല ഈ പുള്ളി എനിക്ക് കൊന്ന പുള്ളി എനിക്ക് അറിയില്ല. ഇദ്ദേഹം സാധു മനുഷ്യൻ, നമ്മളെ കുടുംബ സുഹൃത്താണ്. കുടുംബാംഗങ്ങളൊക്കെ സഹോദരങ്ങളൊക്കെ ഇങ്ങോട്ട് വരാറുണ്ടായിരുന്നു. എത്തരത്തിലാണ് ഇവിടെ ഉണ്ടായിരുന്നായിരിക്കാം. അങ്ങനെ നമ്മള് പണിക്ക് പോകുന്നു, നമ്മള് സുഹൃത്ത് നമ്മൾ കാണും. ഇദ്ദേഹം പള്ളിയിൽ താഴെ തക്കാവുണ്ട്. ഈ പ്രദേശത്ത് താമസിക്കുന്ന ആളാണോ? എന്റെ കുടുംബം ഇവിടെ താഴെയാണെങ്കിൽ ഞാൻ ഇവിടെ ഈ പ്രദേശത്ത് നോക്ക്, വീടുകൾ ഇത്ര വിജനം എന്ന് പറയില്ല. ഇത്രയും പ്രദേശം മാത്രമേ വിജനമായിട്ടുള്ളൂ. അവിടെ വീടുണ്ട്. ആ ടാങ്ക് ആണെങ്കിലും തൊട്ട് താഴെ വീടുണ്ട്. ഈ ഭാഗത്തൊക്കെ വീടുണ്ട്. 5-5:30 മണിയോടുകൂടി പ്രതിയുടെ എത്തിയതായിട്ടാണ് ഇപ്പൊ മൊഴിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ പ്രദേശത്ത് ആ സമയത്തൊക്കെ ഇവിടെ ആളുകൾ പോവുകയും പള്ളിയുമായി ബന്ധപ്പെട്ട ആളുകൾ പോവുകയും ചെയ്ത സമയമാണ്. അത് അങ്ങനെ കുറവാണ്. എന്നാലും ഈ വഴിയാത്രക്കാർ മാത്രമേ ഇങ്ങനെ വാഹനങ്ങൾ കടന്നു പോകാറേ ഉള്ളൂ. നടത്തക്കാരും വളരെ കുറവാണ്. പിന്നെ പ്രത്യേകിച്ച് ഇവിടെ വേറെ പ്രശ്നമുള്ള സ്ഥലമൊന്നുമല്ല. ഇത്രമാത്രം സജീവമാണല്ലോ. അപ്പോൾ കുടുംബാംഗങ്ങളെ പറ്റിയോ അത്തരത്തിൽ കുറെ ആളുകൾ വീട്ടിലേക്ക് വരുന്നത് പോലെയൊക്കെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. അവര് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമ്മളെ വിളിക്കും, അങ്ങനെ വരും. നമ്മളെ വേണ്ടപ്പെട്ട ഫംഗ്ഷൻ ആയിരുന്നു. അതൊരിക്കൽ മോളെ ഒരു കാര്യത്തിനാണ് എന്നെ വിളിച്ചത്. അന്ന് വന്നാലും ഇപ്പൊ ഒരു 4-5 വർഷമാവും. അപ്പോൾ 4-5 വർഷമാവും. അപ്പോഴും മാത്രമേ വന്നിട്ടുള്ളൂ. അതിന് മുമ്പ് അങ്ങനെ പിന്നീട് ഒന്നും നമ്മൾ വന്നിട്ടില്ല. ഇദ്ദേഹത്തെ ഈ 3 ദിവസം മുമ്പ് പള്ളി തെക്കേവിൽ വെച്ച് ഞാൻ പോകുമ്പോൾ കണ്ടായിരുന്നു. അപ്പൊ ഞാൻ നടക്ക ഇറങ്ങിയാണ്. അദ്ദേഹം 10-20 വർഷത്തിന് മുമ്പാവും. പിന്നെ നാടുമായി വലിയ ബന്ധമുള്ള വ്യക്തിയാണ് ലത്തീഫ്. 10-20 വർഷമായി ഇവിടെ താമസിക്കുകയാണ്. ആ ഘട്ടത്തിലൊന്നും ഈ കുടുംബാംഗങ്ങളെ പറ്റിയുള്ള വിവരങ്ങൾ, അല്ലെങ്കിൽ അവരെ പറ്റി ഒരു അഭിപ്രായം പറയാൻ കഴിയുന്ന തരത്തിലേക്കൊന്നും നാട്ടുകാർക്ക് അവരെ പരിചയമില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മരുമകനായാൽ പോലും അത്തരത്തിൽ അഫാന്റെ പിതാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വ്യക്തതയില്ല. കോവിഡ് കാലത്തെങ്ങോ കണ്ടൊരു ഓർമ്മ മാത്രമാണ് അഫാനുമായി ബന്ധപ്പെട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സംശയിക്കാതിരിക്കാനും കാരണമില്ല. കാരണം സ്വഭാവം എങ്ങനെയാണെന്ന് അറിയില്ല, ഇവർ തമ്മിലുള്ള ബന്ധം എങ്ങനെയാണെന്ന് മരുമകൻ അറിയില്ല. അതുകൊണ്ട് തന്നെ പോലീസ് അന്വേഷിക്കട്ടെ എന്ന വരിയിൽ ചുരുക്കുകയാണ്
ചെയ്തത്. എന്തായാലും ഈ പറഞ്ഞതുപോലെ ഇദ്ദേഹത്തെ പള്ളിയിൽ കാണുന്നില്ല, അത്തരത്തിൽ നാട്ടുകാർ വിളിച്ചറിയിക്കുമ്പോൾ ഈ കാണുന്ന വീട്ടിലേക്ക് പോലീസ് ഉൾപ്പെടെയുള്ള സംഘം ഉള്ളിലേക്ക് കയറി ചെല്ലുന്നു. മുൻവാതിൽ തുറന്നു കിടക്കുകയായിരുന്നു എന്നാണ് നമ്മോട് ആദ്യമായി ഈ വീട്ടിലേക്ക് പോലീസിനൊപ്പം കയറിയ വ്യക്തി പറഞ്ഞത്. കയറി ചെല്ലുമ്പോൾ തന്നെ ഈ സ്വീകരണ മുറിയിലെ സോഫയിൽ അത്തരത്തിൽ മുറിവേറ്റ നിലയിൽ മരിച്ചു കിടക്കുകയായിരുന്നു, കൊല്ലപ്പെട്ട നിലയിൽ കിടക്കുകയായിരുന്നു ലത്തീഫ് എന്നയാൾ. തൊട്ടു പിന്നാലെ അകത്തേക്ക് കയറുമ്പോഴാണ് അടുക്കളയുള്ളത്. ആ അടുക്കളയിലാണ് ഭാര്യ മരിച്ചു കിടന്നത്. അത്തരത്തിൽ രണ്ടുപേരുടെ മുഖത്തും മുറിപ്പാടുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ കാഴ്ച കണ്ട നാട്ടുകാരുണ്ട്. ഏതായാലും അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല, കാരണം അത്രമാത്രം സജീവമായി ഇടപെട്ടിരുന്ന മനുഷ്യനാണ്. റിട്ടയർമെന്റിന് ശേഷം ഒരു ചിട്ടയുണ്ടായിരുന്നു. ആ ചിട്ടയുടെ പ്രധാനപ്പെട്ട ഭാഗമായിരുന്നു ഈ പള്ളിയിൽ പോകുക എന്നുള്ളത്. അവിടെ പള്ളിയിൽ കാണാത്ത ഘട്ടത്തിലാണ് ആളുകൾ ഇടപെട്ട് ഇത്തരത്തിൽ തിരച്ചിലിനിറങ്ങി പോലീസിനെ അറിയിക്കുന്നു. എന്തായാലും ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന്റെ 2 പെൺമക്കൾക്കപ്പുറത്തേക്ക് ഇദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ പറ്റി ഒരറിവും നാട്ടുകാർക്കില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മരുമകനും വ്യക്തമായ ഒരു അറിവില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് എന്തുകൊണ്ട് പ്രതി ഇവിടെ എത്തി, ഈ പ്രണയത്തിലെ കാര്യമാണെങ്കിൽ പോലും സാമ്പത്തികമായ കാര്യമാണെങ്കിൽ പോലും എന്തുകൊണ്ട് ഈ പിതൃ സഹോദരന്റെ വീട്ടിലേക്ക് എത്തി ഇത്തരത്തിലൊരു ക്രൂരകൃത്യം നടത്തി എന്നുള്ളത്